കായംകുളത്തെ LDF സ്ഥാനാർത്ഥിയായ പ്രതിഭയ്ക്കെതിരെ കഴിഞ്ഞ ദിവസമുണ്ടായ അധിക്ഷേപ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെ UDF കൺവീനറും മുസ്ലിം ലീഗിൻ്റെ നേതാവുമായിരുന്ന ഇർഷാദ് ചക്കാലശ്ശേരിയാണ് കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത്. അടുത്ത ദിവസം അദ്ദേഹം ആർക്കോ വേണ്ടിയെന്ന് തോന്നിക്കുന്ന വിധത്തിലൊരു ഖേദപ്രകടനമൊക്കെ നടത്തി. എന്നാൽ പ്രതിഭ അതിൽ ഉറച്ചു തന്നെ നിന്നു കേസുമായി മുന്നോട്ട് പോകുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കായംകുളം പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വന്നിട്ട് പ്രതിഭയ്ക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം അർപ്പിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ പ്രതിഭയ്ക്കൊപ്പമാണ് കേരളം നിലകൊള്ളുന്നത് നമ്മൾ കണ്ടത്. നമ്മൾ ഇതോടൊപ്പം കൂട്ടിവായിക്കേണ്ട മറ്റൊരു കേസ് കൂടിയിട്ടുണ്ട്. അത് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയക്കെതിരെ ഫാത്തിമ തഹ്ലിയ ഇടുന്ന പ്രചാരണ വീഡിയോ ആകട്ടെ, പോസ്റ്റുകളാകട്ടെ, അതിനടിയിൽ കടുത്ത സ്ത്രീവിരുദ്ധവും അശ്ലീലവും നിറഞ്ഞ കമൻറ്റുകളാണ്. നമുക്കിവിടെ വായിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കമൻറ്റുകൾ നിറയുകയാണ്. അതിൽ ഫാത്തിമ തന്നെ പറയുന്നുണ്ട്, ഒരു സ്ത്രീ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ കേട്ടാൽ അറക്കുന്ന പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് തനിക്കറിയാമെന്നും പറയുന്നുണ്ട്. പ്രതിഭയ്ക്കെതിരെ വരുന്ന ആക്ഷേപങ്ങളെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കുമ്പോൾ ഫാത്തിമ തഹ്ലിയക്കെതിരെ വരുന്നതിനെ കാണുന്നില്ല എന്ന് കൂടിയിട്ട് നടിക്കുന്ന ഒരു കാര്യം നമുക്ക് മുമ്പിലുണ്ട്. ഇതിലേക്കാണ് ദാവൂദ് സാഹിബ്, ഈ രണ്ട് വിഷയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യം കായംകുളത്ത് നിന്ന് ലിജു കരയുന്നൊരു വീഡിയോ വൈറലാകുന്നു. ആ ദിവസം തന്നെയാണ് ഈ പ്രചാരണ വേദിയിൽ പ്രതിഭയെ അവഹേളിക്കുന്ന ഒരു പരാമർശം ഉണ്ടാകുന്നു. തൊട്ടടുത്ത ദിവസം പ്രതിഭയും വന്നിട്ട് അതിൻ്റെ സങ്കടം പറയുന്നതിൻ്റെ ഇടയിൽ വിതുമ്പുകയുണ്ടായി. അതോടെ അത് വലിയ ചർച്ചയായി. രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി അടക്കം ലിജു അടക്കം അതിനെ തള്ളിപ്പറയുകയുണ്ടായി. ലീഗ് അയാൾക്കെതിരെ നടപടിയെടുക്കുകയൊക്കെ ഉണ്ടായി. അതേസമയം അതിനേക്കാൾ ക്രൂരമായ വിധത്തിൽ ഇപ്പുറത്തും ഒരു ആക്രമണം നടക്കുന്നുണ്ട്. ഈ രണ്ടിനോടും ഒരേ വിധത്തിലുള്ള ഒരു നീതി നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ കാണിക്കുന്നുണ്ടോ? ഇതിലെ പ്രാഥമികമായ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയം പൊതുവെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അത്ര എന്താ പറയുക മലീമസമായ രാഷ്ട്രീയ പ്രചാരണങ്ങൾ അങ്ങനെ വല്ലാതെ നടക്കാറില്ല. ഒരു കൈൻഡ് ഓഫ് ഒരു ക്വാളിറ്റി ലെവൽ പലപ്പോഴല്ല എല്ലായ്പ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായ ആരോപണങ്ങൾ, അതിശക്തമായ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ മോശമായ തരത്തിലുള്ള ഈ ചെളിവാരി എറിയുക, മോശം വാക്കുകൾ പ്രയോഗിക്കുക, വൃത്തികേടുകൾ പറയുക, അത് പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലില്ലാത്തതാണ്. ഒരു ക്വാളിറ്റി ലെവൽ എപ്പോഴും നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതിനെ ഭേദിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സന്ദർഭം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലാണ് നമ്മൾ കാണുന്നത്. വടകര കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന സ്വഭാവത്തിൽ അശ്ലീലമായിട്ടുള്ള സോഷ്യൽ മീഡിയ വരവും അതിലൊരു ഘടകമാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിലാണ് ഇത് കൂടുതൽ നടക്കുന്നത്. പിന്നെ അശ്ലീലമായിട്ടുള്ള പ്രചാരണങ്ങൾ, വർഗീയമായിട്ടുള്ള പ്രചാരണങ്ങൾ, അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് വരുന്നത്. വടകര ഞാനിപ്പോഴും വിചാരിക്കുന്നത് വടകരയിലെ റിസൾട്ടിനെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകം ഈ അവസാന ഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ തരത്തിലുള്ള എക്സ്ചേഞ്ചുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനത് പറയാം, എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അതിൻ്റെ അനുഭവമുണ്ട്. അതുവരെ ശൈലജയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ആൾ മാറി ആവേശത്തോടു കൂടി കിലോമീറ്ററിൽ യാത്ര ചെയ്ത് വോട്ട് ചെയ്യാൻ പോയ കഥ എനിക്ക് എൻ്റെ നേരനുഭവമാണ്. അപ്പോൾ ആ നിലക്ക് ആ മണ്ഡലത്തിലെ റിസൾട്ടിനെ പോലും മാറ്റിമറിക്കുക അല്ലെങ്കിൽ സ്വാധീനിക്കുക ചെയ്യുന്ന തരത്തിൽ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ വടകര എന്ന് പറയുന്ന എക്സെപ്ഷൻ മാറ്റുന്നതിൽ ഞാൻ പറയുന്നു ഒരു ക്വാളിറ്റി എപ്പോഴും സൂക്ഷിച്ചിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം. അതിനുള്ള എക്സെപ്ഷൻസ് ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് കായംകുളത്ത് സംഭവിച്ചത്. മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ മണ്ഡലം ഈ UDFൻ്റെ മണ്ഡലം സെക്രട്ടറി, അയാൾ മുസ്ലിം ലീഗുകാരനാണ്. അങ്ങേരുടെ ഭാഗത്തു നിന്നാണ് മോശം പരാമർശം ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, പോലീസ് കേസെടുക്കുന്നു, പിന്നെ മുസ്ലിം ലീഗ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നു, സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, പുതിയൊരാളെ സെക്രട്ടറിയായിട്ട് വെക്കുന്നു. അപ്പോൾ ആ നിലക്ക് വെൽ ഡൺ, അയാൾ ചെയ്ത തെറ്റാണ്. ആ തെറ്റിനോട് ആ പാർട്ടി നേതൃത്വവും ലോ എൻഫോഴ്സ്മെൻറ്റും സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു. ആ നിലക്ക് അത് ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പുറത്ത് പിന്നെ സികേഷ് പറഞ്ഞ ഒരു പേരാമ്പ്രയിൽ അവിടെ വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. പറഞ്ഞാൽ ഞാനും ഇവരുടെ പ്രചാരണ മെറ്റീരിയൽസ് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കി അത് ശരിക്കും അങ്ങനെ വായിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാത്തിമ തഹ്ലിയയോട് നീ ഡാഷ് 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 ഈ കാര്യം ചെയ്യാൻ ഇവിടെ പേരാമ്പ്രയിൽ വരണ്ട, അതിന് മലപ്പുറത്ത് പോയാൽ മതി എന്നാണ്. ആ കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവരോട് ഈ കാര്യങ്ങൾ ഇവിടെ പേരാമ്പ്രയിൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് എവിടെ ചെയ്യാൻ പറ്റുമെന്നാണ്, മലപ്പുറത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാത്തിമ തഹ്ലിയ എന്ന പേരുകാരിയാവുമ്പോൾ ഫസ്റ്റ് എന്താണ് ഡാഷ് 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 ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ അത് എവിടെയാണ് ചെയ്യേണ്ടത്? മലപ്പുറത്താണ്. അപ്പോൾ ഈ നിലയിലുള്ള അസഹ്യമായിട്ടുള്ള അവരുടെ ഏത്
കണ്ടൻറ്റ്, അവരുടെ പ്രചാരണ മെറ്റീരിയലുകൾക്ക് താഴെയും അസഹ്യമായുള്ള കണ്ടന്റ് ഇതിൻ്റെ പ്രളയം സൃഷ്ടിക്കുകയാണ്. പോലീസും വനിതാ കമ്മീഷനും ഇവർക്കെല്ലാം സ്വമേധയാ കേസെടുക്കാവുന്ന, പല വകുപ്പുകൾ പ്രകാരം സ്വമേധയാ കേസെടുക്കാവുന്ന കണ്ടൻറ്റുകളാണ് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഒരു പ്രതിഭയുടെ വിഷയം കേരളം ചർച്ച ചെയ്തു. ആ നിലയിൽ പേരാമ്പ്രയിലെ ഫാത്തിമ തെഹ്ലിയക്കെതിരെ നടക്കുന്ന ആക്രമണം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് അതൊരു നീതികേട് തന്നെയാണ്. അവരതിന് ഏതെങ്കിലും നിലക്ക് നിയമപരമായുള്ള നടപടി സ്വീകരിക്കുമോ എന്നുള്ളത് കാണാം. പക്ഷേ പേരാമ്പ്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വടകരയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വടകരയിലെ ഈ സംഗതികളുടെ അത് നമ്മൾ ഡിഗ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നൊരു സംഗതി, ആ നിലക്കുള്ള പ്രചാരണങ്ങളുടെ ആദ്യത്തെ കണ്ടൻറ്റ് വരുന്നത് പേരാമ്പ്രയിൽ നിന്നാണ്. അജേഷ് കൈതക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ID, DYFIയുടെ പഴയ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. അങ്ങേരാണ് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ അവിടെ മുരളീധരനായിരുന്നല്ലോ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത്. മുരളീധരൻ തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഷാഫി ആയിരിക്കും വടകര സ്ഥാനാർത്ഥി എന്ന വാർത്ത കോൺഗ്രസിൻ്റെ തീരുമാനം പുറത്തു വരികയും ചെയ്ത ദാറ്റ് വെരി ഡേ ഈ മനുഷ്യനൊരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷാഫി എന്ന പേരുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. അതാണ് നമ്മൾ വടകരയിലെ മൊത്തം എപ്പിസോഡ് ഡിഗ് ഡൗൺ ചെയ്താൽ അത് ആദ്യത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. DYFIയുടെ ഒരു സ്റ്റേറ്റ് ലീഡറായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പോലീസ് കേസെടുത്തു കേട്ടോ. പേരാമ്പ്ര പോലീസ് കേസെടുത്തു. വർഗീയ വിദ്വേഷം സ്വന്തം സ്വഭാവത്തിലുള്ള ഒരു ഇതെന്നുള്ള ആൾക്ക്. എന്നാൽ പേരാമ്പ്രക്ക് അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ട്. ഈ ജാതി സാധനങ്ങളുടെ ഒരു എപ്പി സെൻ്ററായിട്ട് അത് മാറിയിട്ടുണ്ട്. എനിവേ വളരെ വളരെ മോശമാണ്. അപ്പോൾ അതിൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് കൊണ്ട്, ഇങ്ങനെയൊക്കെ മോശമായി പെരുമാറിയതുകൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ വിജയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാര്യമുള്ളത്? അത് അവരവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ തന്നെ റദ്ദ് ചെയ്യുകയോ ഇല്ലാതാക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പൊതുവേ, ഞാൻ ഏതെങ്കിലും പാർട്ടി എന്നുള്ളതല്ല, പൊതുവേ ഈ നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ സംവിധാനം, നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് വരുന്ന വാക്കുകൾ എന്താണ്, പെട്ടെന്ന് വരുന്ന പ്രയോഗങ്ങൾ എന്താണ്, പെട്ടെന്ന് വരുന്ന പ്രതികരണങ്ങൾ എന്താണ്, അത് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും അങ്ങേയറ്റം അങ്ങേയറ്റം ലൈംഗിക ചുവയോടുകൂടി, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധതയോടുകൂടി, പുരുഷാധിപത്യ ബോധത്തോടുകൂടി ആ നിലയ്ക്ക് തന്നെയാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ, ഇതിപ്പോൾ എല്ലാ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം സാധാരണ അണികളായിരിക്കും, ആവേശ കമ്മിറ്റിക്കാരായിരിക്കും, ഫേക്ക് ഐഡികളൊക്കെ ആയിരിക്കും. എനിവേ സംഗതി വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ജിമ്മി, ഈ രണ്ട് സംഭവങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? പ്രതിഭയ്ക്കെതിരെ അതൊരു പൊതുവേദിയിലായതുകൊണ്ട് അതിനൊരു നടപടി ഉണ്ടാകുന്നു. അതേസമയം ഫാത്തിമയ്ക്കെതിരെയുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്, സോഷ്യൽ മീഡിയയിലാണ്, എല്ലാവരും കാണുക കൂടിയിട്ടാണ്. അപ്പോൾ ഇതിനെങ്ങനെ നമ്മുടെ ഒരു സമൂഹം ഇപ്പോഴും ഇത്തരത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ, അല്ലെ പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ നടത്തുന്ന പദപ്രയോഗങ്ങൾ, സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാർ, അത് മാറേണ്ടതല്ലേ? മാറേണ്ടതാണ്. പിന്നെ ഇതൊരു ബാലൻസിങ് ആക്റ്റായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതിഭയുടെ വന്നപ്പോഴത്തേക്കും അവന്മാർ ഫാത്തിമ തെഹ്ലിയുടെ കഥ എടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ് അത് തൊട്ടില്ല, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു പൊതുവിഷയമായി കണ്ടാൽ മതി. ഇപ്പോൾ കുറേ കാലം മുമ്പ് വരെ നമ്മുടെ മൂത്രപ്പുരകളിലും റെയിൽവേ സ്റ്റേഷനകത്ത് മൂത്രപ്പുരകളിലും ഈ ബാത്റൂം ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണാനില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അത് കാണുന്നില്ല. അത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ഇത് എവിടെ പോയി എന്നുള്ളത് ആലോചനയ്ക്ക് ഉത്തരവായി. അത് സോഷ്യൽ മീഡിയയിലെ ഫേക്ക് ഐഡികളും, ചിലപ്പം ഐഡിയ ഉള്ള ശരിക്കുള്ള ആളുകൾ തന്നെയും അത് ആരെങ്കിലും വായിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ലോക്ക്ഡ് ഐഡികളായിരിക്കാം. ചിലപ്പോൾ നല്ല തുറന്നു തന്നെ എഴുതുന്ന ചില കക്ഷികളെക്കുറിച്ച് വലിയ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വേറൊരു സുഖമാണ്. അങ്ങനെ എഴുതുന്ന അങ്ങനത്തെ മനോവൈകൃതങ്ങൾ നമ്മുടെ മൂത്രപ്പുരകളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമാണ്. ഇത് ഫാത്തിമ തെഹ്ലിയല്ല, ഏത് സ്ത്രീ ആയാലും ചെറുപ്പക്കാരിയാണെങ്കിലും എഴുതും. ഇപ്പോൾ പ്രതിഭയ്ക്കെതിരെ ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും പാർട്ടിക്കകത്ത് നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ ദാവൂദ് പറഞ്ഞതുപോലെ സ്ത്രീ വരുമ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ സ്ത്രീയുടെ പ്രശ്നം ഇതെല്ലാം ഫൈറ്റ് ചെയ്തിട്ട് വേണം ഒരു തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ പൊതുരംഗത്തോ നിൽക്കാൻ. ഒരു പുരുഷന് ഒരു കാലത്തും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ചലഞ്ചുകൾ, ഇപ്പോൾ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് നമ്മൾ സോഴ്സ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ഥിരമായി നിങ്ങളുടെ ആളെ വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ പോലീസ് ബീറ്റ് ആണെങ്കിൽ ഞാനൊരു പോലീസ് ദിവസം നിരന്തരമായി വിളിക്കും. വെറുതെ എന്തുണ്ട് വിശേഷം, സുഖമാണോ? രാഷ്ട്രീയക്കാരുണ്ട്, എന്തുണ്ട് വിശേഷം, സുഖമാണോ? ഒരു സ്ത്രീക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. 3 പ്രാവശ്യം സ്ത്രീ അങ്ങനെ ജേർണലിസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഉദ്ദേശമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും താല്പര്യമുണ്ടെന്ന് വേണ്ടി ഇങ്ങോട്ട് വരും. പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വനിത ഒരു ജേർണലിസ്റ്റായിട്ട് ഉയർന്നു വരുമ്പോൾ ഒരു പുരുഷ ജേർണലിസ്റ്റ് ചെയ്യുന്ന പണിയുടെ ഇരട്ടി പണി ചെയ്താലേ പറ്റുള്ളൂ. ഇതേ പ്രശ്നം എല്ലാ രംഗത്തുമുണ്ട്. പൊതുസമൂഹത്തിൽ ഇടപെടുന്ന എല്ലാ ജോലികളിലും, അതിപ്പോൾ ഏത് ജോലിയായാലും രാഷ്ട്രീയ പ്രവർത്തകരടക്കം
നമുക്കറിയാവുന്നില്ല, ഇപ്പോൾ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഈ കേരളത്തിലുള്ള എല്ലാ വനിതാ രാഷ്ട്രീയ പ്രവർത്തകരെയും കുറിച്ചും എന്തെങ്കിലുമൊക്കെ കഥ എവിടെയെങ്കിലുമൊക്കെ ആളുകൾ അടിച്ചിറക്കാറില്ലേ? നമുക്ക് പറയാൻ പറ്റും. ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പാർട്ടിയിലെ ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? എല്ലാവർക്കും വരും. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രായമാണ്, അപ്പോൾ ചിലപ്പം വിട്ടുകളയും. സത്യത്തിൽ വിടാറില്ല എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. എന്നാലും ഇതാണ് പൊതുചിത്രം. അപ്പോൾ ഫാത്തിമ തെഹ്ലിക്കെതിരെ ഇത്രയും വന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതുണ്ട്. അത് ഫാത്തിമ തെഹ്ലി എന്ന സ്ത്രീ ഒരു യുവതി ആയതുകൊണ്ടാണ്. അവരുടെ മതമോ ജാതിയോ ഒന്നുമല്ല പ്രശ്നം. ഇനി അങ്ങനെയുള്ളവർക്ക് അത് വേറെ രീതിയിലായിരിക്കും. പ്രതിഭയുടെ കാര്യത്തിലും അതങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കൂടെ മോശം പരാമർശത്തിൻ്റെ കൂടെ എന്താണ് പ്രസംഗ ചാതുര്യോ അങ്ങനെ ഒരു വാക്കുകൂടെ ചേർത്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് മറ്റേതോടെ ഇത് ആഡ് ചെയ്ത് അറിയാതെ വരികയാണ് കൂടെ. ബൈ ഡിഫോൾട്ട് അതിവിടെ ചേർത്തിട്ടാണ് പറയുക. ഇതാണ് പ്രശ്നം. അപ്പോൾ നല്ല വാക്കുകൾ സംസാരിക്കാനും സഭ്യമായ രീതിയിൽ പറയാനും ഒക്കെ തോന്നുന്ന ഒരു സ്ഥലമായി പൊതുരംഗം മാറുകയും, ഇത് ഒരു ക്യാമറയെ പിടിച്ചുകൊണ്ടാണല്ലോ, അത്ര വലിയ യോഗമായിരുന്നില്ല, ഇതൊരു ചെറിയ പരിപാടി ആയിരുന്നില്ല. അപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന കേസുകളാണ്. പണ്ട് പരസ്യമായി നേതാക്കന്മാർ മൈക്ക് കെട്ടി ഇത് തന്നെ പറയുമായിരുന്നില്ലേ? VS അച്യുതാനന്ദൻ ഇലക്ഷന് മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്തൊരു മോശം, അത് ഒരു മടിയുമില്ല, പരസ്യമായിട്ടാണ് പറഞ്ഞത്. ഇപ്പം ആരും പറയാറില്ല. അപ്പോൾ അത് കുറഞ്ഞ് വരികയാണ്. പക്ഷേ അതിനകത്ത് പ്രശ്നം, ഒരു സ്ത്രീ, അത് നമ്മളൊക്കെ ഓർത്തിരിക്കണം, ഒരു സ്ത്രീ ഏതെങ്കിലും രംഗത്ത് നമ്മോടൊപ്പം വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം വരാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു വലിയ അനീതി കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ. അതെ, പ്രതിഭയാകട്ടെ, ഫാത്തിമ തെഹ്ലി ആകട്ടെ, മറ്റേത് സ്ത്രീയുമാകട്ടെ, അവർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം അധിക്ഷേപങ്ങൾ അത് ശക്തമായി എതിർക്കപ്പെടുക തന്നെ വേണം.